അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹിഷാമി വ്ളോഗിലെ എൻ്റെ ശ്രോതാക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയ ഒരു വിഷയവുമായി കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ അഭിപ്രായം അറിയിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കടം കൊടുക്കുക എന്നുള്ളത്. കടം ചോദിച്ചാൽ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നിത്യേന ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിൽ ചിന്തിക്കാറുണ്ട്, ഈ കടം ചോദിക്കുന്ന വ്യക്തിക്ക് ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവന് എങ്ങനെയാണ് എനിക്ക് തിരിച്ചു തരിക, അവന്റെ അടുത്ത് എന്താണ് സാമ്പത്തിക സ്രോതസ് ഉള്ളത് എന്നൊക്കെ നോക്കി കടം കൊടുക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ചൊക്കെ ഇസ്ലാമിന് വലിയ വീക്ഷണമുണ്ട്. കടം കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഇസ്ലാം വളരെയധികം നല്ല ഒരു സൽക്രമമായി കൊണ്ട് വീക്ഷിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നഫസ അൻ അഖീഹി ഖുർബതൻ മിൻ ഖുർബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ ദാമൽ അബ്ദു ഫീ ഔനി അഖീഹി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ നഫസ അൻ അഖീഹി ഖുർബതൻ മിൻ ഖുർബിദ് ദുനിയ, ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ആരെങ്കിലും തന്റെ സഹോദരന്റെ ഒരു പ്രയാസം ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ഒരാശ്വാസം നൽകി കഴിഞ്ഞാൽ, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവന് ആശ്വാസം നൽകുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് റസൂലുള്ളാഹി പറയുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അള്ളാഹു തന്റെ അടിമയെ സഹായിക്കുന്നതിൽ ആയിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് ആയിക്കൊണ്ടിരിക്കുന്നത്? മാദാമൽ അബ്ദു ഫീ ഔനി അഖീ, അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്നതിൽ ആയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം, ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്നതിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ കടം കൊടുത്തൊരാളെ സഹായിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. കടം കൊടുത്തുകൊണ്ട് ഒരാളെ സഹായിക്കൽ വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. കടം കൊടുക്കുക, വാങ്ങുക എന്നുള്ളത് സർവ്വസാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിലൊരു സുന്നത്തിന്റെ നിയ്യത്തുണ്ടെങ്കിൽ അതൊരു സുന്നത്തായി കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കും. പക്ഷേ കടം കൊടുക്കൽ വാജിബാകുന്ന സന്ദർഭങ്ങളുമുണ്ട്, നിർബന്ധമായും നമ്മൾ കടം കൊടുക്കേണ്ടുന്ന സന്ദർഭങ്ങളുമുണ്ട്. കടം കൊടുക്കൽ ഹറാമായ സന്ദർഭങ്ങളുമുണ്ട്, കടം കൊടുക്കൽ സുന്നത്തായ സന്ദർഭങ്ങളുമുണ്ട്. തിരിച്ചു കൊടുക്കുമ്പോൾ സുന്നത്ത് ലഭിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. കടം വലിയൊരു വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടമുള്ള ആളുകളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും അവിടുന്ന് വിസമ്മതിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടം ബാക്കി വെച്ചിട്ട് മരിച്ചിരിക്കുന്ന സ്വഹാബികളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും വിസമ്മതം നടത്തിയിരുന്നു എന്നുള്ളത് ഹദീസുകളുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കടം വലിയൊരു വിഷയമാണ്. അള്ളാഹു നമ്മുടെ കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നമുക്ക് തുറന്നു തരുമാറാവട്ടെ, ഹലാലായ വഴികൾ നമുക്ക് തുറന്നു തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എപ്പോഴാണ് കടം കൊടുക്കൽ സുന്നത്തുള്ളത്, എപ്പോഴാണ് കടം കൊടുക്കൽ ഹറാമുള്ളത്, എപ്പോഴാണ് കടം കൊടുക്കൽ നിർബന്ധമുള്ളത്, എപ്പോഴാണ് കടം കൊടുക്കാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റി ചെറിയൊരു വിവരണം കൂടി ഞാൻ തരാൻ ഉദ്ദേശിക്കുകയാണ്. സുന്നത്താണ് എന്ന് പറഞ്ഞത് ഒരാൾ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മോട് വന്ന് ചോദിക്കുന്ന സമയത്താണ്. ഒരാൾ കടം ചോദിക്കുന്ന സമയത്ത് അവന് കടം കൊടുക്കൽ സുന്നത്താണ്. നമ്മളോട് കടം ചോദിക്കുമ്പോൾ നമുക്ക് കടം കൊടുക്കൽ സുന്നത്തുള്ള കാര്യമാണ്. എന്നാൽ ആ വന്ന വ്യക്തി വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് വരുന്നത്. അവന് കടം കൊടുത്തിട്ടില്ലെങ്കിൽ അവന് വലിയ പ്രയാസത്തിലായി പോകുമെന്ന് കണ്ടാൽ തനിക്കത് കടം കൊടുക്കൽ നിർബന്ധമായി മാറും. ഒരാൾ നല്ല പ്രയാസം അനുഭവിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നത്.
എന്നാൽ അവന് കൊടുക്കൽ നിർബന്ധമാണ്. രോഗമാണ്, ആശുപത്രിയിൽ ആണ്, കാശടക്കാനില്ല, ആശുപത്രി ബില്ലടക്കാനില്ല, പ്രയാസമാണ്, കൊടുക്കൽ നിർബന്ധമല്ലേ? ഭക്ഷണം കഴിക്കാനില്ല, നിർബന്ധമല്ലേ? എന്നാൽ അവനൊരു ടൂർ പോവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സിയാറത്ത് പോവാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, അപ്പോൾ വേണമെങ്കിൽ കൊടുത്താൽ പോരെ? നമുക്ക് ഹലാലായി യാത്ര പോവാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. എന്നാൽ നിർബന്ധമായ ഘട്ടമാണ് ഞാൻ പറഞ്ഞത്. വിഷമത്തിന്റെ തോതനുസരിച്ചു കൊണ്ട്, അവന്റെ പ്രയാസത്തിന്റെ തോതനുസരിച്ചു കൊണ്ട് കടം കൊടുക്കൽ നിർബന്ധവും നിർബന്ധമില്ലാതായി മാറുകയും ചെയ്യും, സുന്നത്തായി മാറുകയും ചെയ്യും. ഇനി ആർക്ക് കൊടുക്കാൻ പാടില്ല? ആർക്കാണ് കൊടുക്കാൻ പാടില്ലാത്തത്? വ്യക്തമായ കാരണങ്ങളില്ലാതെ മടക്കി തരാൻ ഉദ്ദേശിക്കാത്ത വ്യക്തിക്ക് കടം കൊടുക്കൽ ഹറാമാണ്. വ്യക്തമായ കാരണമൊന്നുമില്ല, അവന് കടം ചോദിച്ചു, കടം കൊടുത്തു, പക്ഷെ അവന് കടം കൊടുത്തു കഴിഞ്ഞാൽ മടക്കി തരുന്ന സ്വഭാവമില്ല. കുറെ ആൾക്കാരുണ്ട് അങ്ങനെ, കടം വാങ്ങാൻ ഉഷാറായിരിക്കും, തിരിച്ചു കൊടുക്കില്ല. അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കൽ ഹറാമാണ്. അങ്ങനത്തെ ആളുകൾക്ക് കൊടുത്തിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അങ്ങനത്തെവർക്ക് കൊടുക്കൽ ഹറാമാണ്. പിന്നെയോ, കടം വാങ്ങിയത് ഹറാമിൽ ചിലവഴിക്കുമെങ്കിൽ കടം കൊടുക്കൽ ഹറാമാണ്. അവൻ കടം വാങ്ങിയത് കൊണ്ട് മദ്യപാനം നടത്താനാണ്, അല്ലെങ്കിൽ പലിശക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റ് ഹറാമായതിൽ ചിലവഴിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലായാൽ കടം കൊടുക്കൽ ഹറാമാണ്. അവന് കടം കൊടുക്കാൻ പാടില്ല. ഇനി കടം കൊടുക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കടം കൊടുക്കുമ്പോൾ നമ്മളൊരു ഉപകാരത്തിന് നിബന്ധന വെക്കുക. ഞാൻ എനിക്ക് കടം തരുന്നുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം എന്നൊരു ഉപകാരം നിബന്ധന വെച്ച് കഴിഞ്ഞാൽ ആ കടം കൊടുക്കൽ ഫാസിദാണ്, തെറ്റായ കടം കൊടുക്കലാണ്, ശരിയാവുകയില്ല. മാത്രമല്ല അത് പലിശയുടെ ഇടപാട് കൂടിയായി മാറും. കടം കൊടുക്കുമ്പോൾ ഒരു നിബന്ധന ഒന്നും വെക്കാൻ പാടില്ല. നിബന്ധന വെച്ച് കഴിഞ്ഞാൽ അത് പലിശയായി മാറുന്നതാണ്. അപ്പൊ നിബന്ധന ഇല്ലാതെയാണ് നമ്മൾ കടം കൊടുക്കേണ്ടത്. എനിക്ക് ഇന്ന ഉപകാരം ചെയ്തു തരണം, ഇന്ന കാര്യം നീ നടത്തി തരണം എന്നൊക്കെ പറഞ്ഞ് എത്ര രൂപ എനിക്കിപ്പോ ഞാൻ കടക്കെ തരാം, പക്ഷെ ഈ എന്ത് ചെയ്യണം, ഈ എനിക്ക് ലാഭം കിട്ടുമ്പോൾ എത്ര രൂപ എനിക്ക് മടക്കി തരണം, അങ്ങനെയൊക്കെ നിബന്ധന വെച്ച് കഴിഞ്ഞാൽ അത് പലിശയായി മാറും. അതുകൊണ്ട് കടം കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിബന്ധന വെക്കാൻ പാടില്ല. പിന്നെയോ, ഇനി ഞാൻ പറഞ്ഞത്, കടം കൊടുക്കുന്നത് വലിയ പ്രയാസം അനുഭവിക്കുന്നവനാണെങ്കിൽ നിർബന്ധമാണ്. പ്രയാസമൊന്നുമില്ലാത്ത ഒരാൾക്ക് കടം കൊടുക്കൽ സുന്നത്താണ്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞത്, പ്രയാസമില്ലാത്ത ഒരാള് അവൻ മടക്കി തരികയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന് കൊടുക്കൽ ഹറാമാണ്. പിന്നെ പറഞ്ഞത്, ചീത്തയായ കാര്യങ്ങളിൽ ചിലവഴിക്കുമെങ്കിലും കൊടുക്കൽ ഹറാമാണ്. കടം വാങ്ങിയവൻ ഹറാമിൽ ചിലവഴിക്കുമെങ്കിൽ കടം കൊടുക്കൽ ഹറാമാണ്. ഇനിയോ, കടം കൊടുത്ത ഒരു ഉപകാരത്തെ നിബന്ധന വെക്കലും പലിശയുമാണ്. കടം കൊടുത്ത ആള് ഒരു ഉപകാരത്തെ നിബന്ധന വെക്കുക, അത് പലിശയിൽ പെട്ടതുമാണ്. ഇനി എപ്പോഴാണ് കടം മടക്കി കൊടുക്കുമ്പോൾ സുന്നത്താണ്? കടം വാങ്ങി പൈസ മടക്കി കൊടുക്കുന്ന സമയത്ത് മടക്കി കൊടുക്കുന്നവന് എന്തെങ്കിലും ഒരു ലേശ അധികം കൊടുക്കുക. നിബന്ധനയൊന്നും വെച്ചിട്ടില്ല, അവനിഷ്ടത്തിന് ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുക, അത് സുന്നത്തായ കാര്യമാണ്. ഒരു 10 ലക്ഷം രൂപ ഒരാളെ നിന്ന് കടം വാങ്ങി തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു 10 ലക്ഷത്തിൽ ഒരു 25,000 രൂപ അധികം വെച്ചു കൊടുത്തു. എന്തിനാണ്? അത് അവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അത് അനുവദനീയമാണ്, അത് പലിശയിൽ പെടുകയില്ല. അവൻ നിബന്ധന വെച്ചിട്ടില്ല, ഇത്ര തരണം എന്ന് പറഞ്ഞിട്ടില്ല, ഇവന്റെ സന്തോഷത്തിന് കൊടുക്കുകയാണ്, അത് വാങ്ങാവുന്നതാണ്, സുന്നത്തായ കാര്യവുമാണ്. ഇത്രയും കാര്യങ്ങൾ കടത്തെ പറ്റി ചെറുതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കടം കൊടുക്കുക എന്നുള്ളത് വളരെയധികം നല്ല കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ വഴി നൽകുമാറാവട്ടെ. കടങ്ങളൊക്കെ വീട്ടി സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാവട്ടെ. നമ്മളെ കടക്കാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി മരിപ്പിക്കാതിരിക്കുമാറാവട്ടെ. കടമില്ലാതെ മരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ, ഇൻഷാ അള്ളാഹ്. അപ്പൊ ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്, ഒരടിമ അവന്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ സഹായം എപ്പോഴും നമുക്ക് ഉണ്ടാവുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.